ഹലോ ഓൾ. സോ നമ്മൾ ഡിസ്ക്രിപ്ഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ ഇൻവോൾവ്സ് പ്രസൻറ്റിങ് ഇൻഫർമേഷൻ ഇൻ എ മാനർ അപ്പീലിംഗ് ടു ദ സെൻസസ്. സെൻസസ് മീൻസ് സൈറ്റ്, സൗണ്ട്, സ്മെൽ, ടേസ്റ്റ് ആൻഡ് ടച്ച്, ആൻഡ് ക്രിയേറ്റിംഗ് an impression in the readers or listener. So description means to describe or portray something. It should be an appealing manner. Then it contains the elements of subjectivity. അതായത് ഒരു ഗുഡ് ഡിസ്ക്രിപ്ഷൻ ഓർ ഇഫക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ ആവണമെങ്കിൽ ഇറ്റ്സ് നീഡ് എലമെൻറ്റ്സ് ഓഫ് സബ്ജക്റ്റിവിറ്റി. സോ വാട്ട് ഈസ് സബ്ജക്റ്റിവിറ്റി? ഇറ്റ് ഇൻക്ലൂഡ് ദ ഓതേഴ്സ് ഒപ്പീനിയൻ, ഓതേഴ്സ് ഒബ്സർവേഷൻ, എക്സെട്ര. So the description can be classified into two: objective description, subjective description. So the writers wouldn't mention how interesting their observations were. അപ്പം അങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഒബ്ജക്റ്റീവ്. അപ്പോൾ ഒബ്ജക്റ്റീവിൽ റൈറ്റേഴ്സിൻ്റെ പേഴ്സണൽ വ്യൂ അല്ലെങ്കിൽ അവരുടെ ഒബ്സർവേഷൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ദെയർ എയിം ഈസ് ടു ബ്രിങ് ഔട്ട് എക്സാക്ട് പിക്ചർ ഓഫ് ദി സബ്ജക്റ്റ് ദേ ആർ ഹാൻഡ്ലിങ്. അതിൻ്റെ ഒരു എക്സാക്ട് പിക്ചർ, ഇപ്പോൾ അതായത് ഇപ്പോൾ ഒരു ടോപ്പിക്ക് പറയുന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കിൻ്റെ എക്സാക്ട് പിക്ചർ മാത്രം തന്നുകൊണ്ട് അവർ വിവരിക്കുന്നു. ദെൻ വിത്തൗട്ട് ആഡിങ് പേഴ്സണൽ ഇവാലുവേഷൻസ് ഒന്നും ഒബ്ജക്റ്റീവിൽ ഉണ്ടായിരിക്കില്ല. ഇനി സബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പേഴ്സണൽ. ഇറ്റ് ഇൻക്ലൂഡ് പേഴ്സണൽ എക്സ്പീരിയൻസ്, പേഴ്സണൽ ഇംപ്രഷൻസ് ഓൺ ദ സബ്ജക്റ്റ്. അതുപോലെ തന്നെ പേഴ്സണൽ ഇംപ്രഷൻസ് മീൻസ് ഒപ്പീനിയൻസ് ആയിരിക്കാം, ഓർ എനി സ്റ്റോറീസ് റിലേറ്റഡ് ടു ദാറ്റ് ആയിരിക്കാം. അത് അവരുടെ ഇതിനനുസരിച്ച് അവർ ആഡ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് സബ്ജക്റ്റീവ്. ദെൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ പർപ്പസ് അനുസരിച്ചിട്ടാണ് സബ്ജക്റ്റിവിറ്റി തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൽ ഒപ്പീനിയൻ ആണ് ആഡ് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ ഒപ്പീനിയൻ ആയിരിക്കും അവർ ആഡ് ചെയ്യുക. ഓർ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ആഡ് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ അവരതായിരിക്കും ആഡ് ചെയ്യാൻ പോകുന്നത്. സോ ഇതാണ് ഡിസ്ക്രിപ്ഷൻ്റെ ടൈപ്സ് വരുന്നത്. Here you can see a question. Write a paragraph describing a place familiar to you. ഇവിടെ പാലക്കാട് എന്നുള്ള പ്ലേസിനെ കുറിച്ചിട്ടാണ്. പാലക്കാട് is one of the 14th district in Kerala and it is the gateway to Kerala due to presence of Palakkad Gap in the Western Ghats, and the largest Malampuzha Dam is situated in Palakkad. It is a typical wet and dry climate. And the famous national park Silent Valley is in Palakkad district, and Palakkad Fort is an old fort situated in the heart of Palakkad town. Here is a large ground between the fort and Palakkad town hall known as Kota Maidanam. So this is about Palakkad. And നമുക്കിനി ഇത് നോക്കാം, ഇത് സബ്ജക്റ്റീവ് ആണോ ഒബ്ജക്റ്റീവ് ആണോ? സോ ഇറ്റ് ഈസ് ഒബ്ജക്റ്റീവ്. അതായത് ആ പ്ലേസിലെ കാര്യങ്ങൾ മാത്രം പറയുന്നു. Whether the author or the writer specify their own experience on this question, അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് സബ്ജക്റ്റീവ്. അപ്പോൾ അത് സബ്ജക്റ്റീവായിട്ട് മാറും. അപ്പോൾ ഒബ്ജക്റ്റിവിറ്റി എന്നുള്ള ആ ഒരു കാര്യം ഇറ്റ് ഈസ് എംഫസൈസ്ഡ് ഇൻ സയൻസ് ആൻഡ് സോഷ്യൽ സയൻസ്. ഓക്കെ, സയൻസ് സോഷ്യൽ സയൻസിലൊക്കെയാണ് അവർ ഒബ്ജക്റ്റിവിറ്റി കീപ്പ് ചെയ്യുന്നത്. സബ്ജക്റ്റിവിറ്റി ആണെങ്കിൽ അതായത് പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ ആഡ് ചെയ്യുന്നത് കൂടുതലും ലിറ്ററേച്ചർ സബ്ജക്ട്സിലാണ്. ഡിസ്ക്രിപ്റ്റീവ് അക്കാദമിക് റൈറ്റിംഗ് അസൈൻമെൻറ്റ്സ് ആർ ടു ബി അപ്രോച്ച്ഡ് ഒബ്ജക്റ്റീവ്ലി അൺലെസ് ദ ക്വസ്റ്റ്യൻ ഡിമാൻഡ്സ് എ സബ്ജക്റ്റീവ് അനലൈസിസ്. ദാറ്റ് മീൻസ് ഈ ക്വസ്റ്റ്യൻ അനുസരിച്ചിരിക്കും. അതായത് ഇൻക്ലൂഡ് യുവർ ഒപ്പീനിയൻസ് എന്നും കൂടി പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ വന്നതെങ്കിൽ യു ക്യാൻ ആഡ് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസും നിങ്ങളുടെ എക്സ്പീരിയൻസും ആഡ് ചെയ്യാം. സോ അതെന്തായിട്ട് മാറും? സബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷനായിട്ട് മാറും. അതല്ല, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്, എ വാർ അല്ലെങ്കിൽ 100 years ഓഫ് വാറിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞു, അല്ലെങ്കിൽ ട്രോജൻ വാറിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഒബ്ജക്റ്റീവ്. നമ്മൾ ആ വാറിനെ മാത്രം കുറിച്ചിട്ട് എഴുതുന്നു. ആഡ് യുവർ ഓൺ ഒപ്പീനിയൻസ് എന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ആഡ് യുവർ ഓൺ ഒപ്പീനിയൻസ്. അപ്പോൾ അതെന്തായി മാറി? സബ്ജക്റ്റീവായിട്ട് മാറും. ഒബ്ജക്റ്റിവിറ്റി മീൻസ് ഡയറക്റ്റ് ആയിരിക്കും, ഫാക്ച്വൽ ലാംഗ്വേജസ് ആയിരിക്കും, ലെസ് ഫിഗറേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ്റെ പ്രത്യേകത. ഡയറക്റ്റ്, ഫാക്ച്വൽ ലാംഗ്വേജ്, ലെസ് ഫിഗറേറ്റീവ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത് വരിക? സബ്ജക്റ്റീവ് വരിക. സബ്ജക്റ്റീവിൽ ഫാക്ച്വൽ ആയിരിക്കും,
but it include our experience and our opinions also. Okay. So next, general features of descriptive writing ആണ് പറയുന്നത്. So what are the general features of descriptive writing? Depends on your assignment. You may write a full-length descriptive essay or integrate description in another type of essay. നിങ്ങളുടെ അസൈൻമെൻറ്റിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ അതിൻ്റെ ടൈപ്പും ഒക്കെ തീരുമാനിക്കുന്നത്. There are two types of description, objective and subjective, that we already discussed. Then the dominant impression or effect serve as the thesis of your descriptive writing. A thesis statement in a descriptive writing can be explicit or implied. അപ്പോൾ അതായത് നിങ്ങളുടെ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡോമിനൻ്റ് ഇംപ്രഷൻ ആയിരിക്കും. അറേഞ്ച് യുവർ ഡിസ്ക്രിപ്ഷൻ ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ഓർ സ്പേഷ്യൽ based on the physical position order. You can also arrange them in the order of most important to least important. Yet another option is that you can also arrange things in the order of their appeal to different senses. അപ്പോൾ നമുക്ക് അറേഞ്ച് ചെയ്യേണ്ട വിധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ക്രോണോളജിക്കൽ ഓർഡറിലായിട്ട് വയ്ക്കാം. ഓക്കെ, അതായത് ടൈം അനുസരിച്ച് അല്ലെങ്കിൽ കാലഘട്ടം അനുസരിച്ച് നമുക്ക് ഓർഡർ ചെയ്താം. രണ്ടാമത്തെ എങ്ങനെയാണ് ഓർഡർ ആക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആദ്യം എഴുതാം, പിന്നെ ഇമ്പോർട്ടൻസ് കുറഞ്ഞത് താഴത്തേക്ക് എഴുതി പോവാം. അടുത്തൊരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പീൽ ടു ദ സെൻസസ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അപ്പീൽ കൊടുക്കേണ്ടത് ഏത് സെൻസസിനാണ് ആ കാര്യം ആദ്യം എഴുതാം. അപ്പോൾ സെൻസസിൻ്റെ ബേസിൽ എഴുതാം. സെൻസസ് എന്നോട് ഉദ്ദേശിക്കുന്നത് സൈറ്റ്, സൗണ്ട്, സ്മെല്ല്, ടേസ്റ്റ് ആൻഡ് ടച്ചാണ്. നമ്മൾ ഫുഡിനെ കുറിച്ച് എഴുതുമ്പോൾ ഇറ്റ് ഈസ് അപ്പീൽ ടു എന്താണ്, ടേസ്റ്റിനാണ് ഇമ്പോർട്ടൻസ്. സോ നമ്മൾ ആ ടേസ്റ്റിന് ഇമ്പോർട്ടൻസിൽ ആദ്യം എഴുതിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് താഴത്തേക്ക് എഴുതാം. അതായത് ടേസ്റ്റ് കൊടുത്തു, പിന്നെ വിലേനെ കുറിച്ച് പറഞ്ഞു, കിട്ടുന്ന സ്ഥലം, അങ്ങനെ നമുക്ക് ഓർഡറായിട്ട് കൊടുക്കാം. യൂസ് സെൻസറി ഡീറ്റെയിൽസ് ഓഫ് സൈറ്റ്, സൗണ്ട്, സ്മെൽ, taste and touch. This would enable your reader to create a mental picture of what is described. സെൻസറി ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, സെൻസിന് അപ്പീൽ കൊടുക്കുന്നതായിരിക്കണം. സെൻസറി ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, കുറച്ചുകൂടി കൂടുതലായിട്ട് അവർക്ക് പോർട്രേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ആ സാധനത്തിനെ കുറച്ചുകൂടി അവർക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ട് പറ്റും. യൂസ് ആക്റ്റീവ് വേർബ്സ് ടു ക്രിയേറ്റ് എ ലാസ്റ്റിംഗ് ഇംപ്രഷൻ. പാസീവ് വേർഡ്സ് ആണെങ്കിൽ എന്താണ്, അധികം ആൾക്കാർക്കൊന്നും വായിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. സോ യൂസ് ദ ആക്റ്റീവ് വേർഡ്സ്. യൂസ് ഫിഗറേറ്റീവ് ലാംഗ്വേജ് ഓൺലി ഇഫ് യു ആർ പെർമിറ്റഡ് ടു ബി സബ്ജക്റ്റീവ്. അതായത് സബ്ജക്റ്റീവ് ആവാൻ പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ യൂസ് ഫിഗറേറ്റീവ് ലാംഗ്വേജ്. അതായത് കുറച്ച് കാവ്യാത്മകമായിട്ടൊക്കെ എഴുതാവുന്നതാണ്. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്ക്രിപ്റ്റീവ് എസ്സേ ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് കുറേ സാമ്പിൾ ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ എസ്സേക്ക് വരികയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇൻ ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ്. അതായത് യുവർ ക്യാമ്പസിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ ആഡ് ലിറ്റിൽ ബിറ്റ് സബ്ജക്റ്റീവ്. അല്ലെങ്കിൽ യുവർ വില്ലേജ്, അല്ലെങ്കിൽ യുവർ ടൗൺ, യുവർ സിറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താണ്, നമുക്ക് സബ്ജക്റ്റീവായിട്ട് എഴുതാം. അതായത് നമ്മുടെ എക്സ്പീരിയൻസും കൂടി നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഡിസൈൻ ഓഫ് എ ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഒബ്ജക്റ്റീവ്. അതുപോലെ തന്നെ അപ്പിയറൻസ് ഓഫ് എ പേഴ്സൺ യു ക്യാൻ ആഡ് സബ്ജക്റ്റീവ്. അതുപോലെ തന്നെ ക്രൈം സീനൊക്കെ ആണെങ്കിൽ അങ്ങനെ എഴുതാം. എ ഗാഡ്ജറ്റ് ലൈക്ക് ക്യാമറ, സ്മാർട്ട് ഫോൺ ഓർ പ്രൊജക്ടർ ഇറ്റ് ഷുഡ് ബി ഒബ്ജക്റ്റീവ്. അത് ഒബ്ജക്റ്റീവ് ആയിരിക്കും. ആ കാര്യത്തിനെ കുറിച്ച് മാത്രം പറഞ്ഞ് നമ്മളതിനെ വിടണം. ദെൻ ഒരു പ്ലേസ് യു വിസിറ്റഡ് വിത്ത് ഫാമിലി ഇറ്റ് ഷുഡ് ബി സബ്ജക്റ്റീവ്. അതായത് നമ്മളെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യും. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഓഫ് ഡൂയിങ് സംതിങ്, അതൊക്കെയാണെങ്കിൽ നമ്മളെന്താണ് കൂടുതൽ സബ്ജക്റ്റീവ് ആവാനാണ് നോക്കുക. ഇനി ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇറ്റ് ഷുഡ് ബി ഒബ്ജക്റ്റീവ്. അതുപോലെ തന്നെ ഒരു മ്യൂസിയത്തിനെ കുറിച്ച്, ഒരു ആർട്ട് ഗാലറീനെ കുറിച്ചൊക്കെ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സബ്ജക്റ്റീവ് ആയിരിക്കും. അതിലുള്ള കാര്യങ്ങളതിനൊക്കെ കുറിച്ച് പറഞ്ഞ് നമ്മൾ വിടും. ഇനി യുവർ ഓൺ ഒപ്പീനിയൻസ് കൂടി പറയാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അത് സബ്ജക്റ്റീവായിട്ട് മാറ്റും. പിന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിങ്ങിൻ്റെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ ഇസ് എക്സ്പേർട്സ് ഫ്രം
Henry David Thoreau, Where I Lived and What I Lived For. The second one is Experts from Joseph Conrad, Heart of Darkness. It's a novel. നല്ല ബ്യൂട്ടിഫുൾ നോവലാണ്. ഇറ്റ്സ് കൊളോണിയലിസം അതിൻ്റെയൊക്കെ ബേസിൽ പറയുന്നതാണ്. അത് വായിക്കാം. ദെൻ എക്സ്പേർട്സ് ഫ്രം ഗുർഷരൻ ദാസ്, ഇന്ത്യ അൺബൗണ്ട് ഫ്രം ഇൻഡിപെൻഡൻസ് ടു ദ ഗ്ലോബൽ ഇൻഫർമേഷൻ ചേഞ്ച്. അപ്പോൾ 3 ടൈപ്പ് ഓഫ് ഡിസ്ക്രിപ്ഷൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക. ഒന്ന് സബ്ജക്റ്റീവ്, ഒന്ന് ഒബ്ജക്റ്റീവ്, അങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. സോ നിങ്ങളത് വായിക്കാം. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇല്ലിസ്ട്രേഷൻ. ഇല്ലിസ്ട്രേഷനിൽ വരുന്നത് തന്നെയാണ് എക്സംപ്ലിഫിക്കേഷൻ. സോ ഇല്ലിസ്ട്രേഷൻ ഇസ് എ റെറ്റോറിക്കൽ മോഡ് എയിമിങ് ഓർ എയിംഡ് അറ്റ് എക്സ്പ്ലെയിനിങ് സംതിങ് വിത്ത് എക്സാമ്പിൾസ്. നമ്മൾ എക്സാമ്പിൾസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് ഇല്ലിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇല്ലിസ്ട്രേറ്റീവ് റൈറ്റിംഗ് ഡസ് നോട്ട് ഹാവ് എ വെൽ ഡിഫൈൻഡ് പാറ്റേൺ. The exemplification is sometimes used to refer to illustrate writing. When you write essay using exemplification or illustration, you make statements and give examples for each statement. An illustrative essay presents a controlling idea or thesis, the illustration of which is done using examples. Example serves as evidence for your statements and claims. അപ്പോൾ ഇവിടെ ഇല്ലിസ്ട്രേഷൻ ഓർ എക്സംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൻ്റെ അർത്ഥം ചെറിയ വ്യത്യാസമുണ്ട്. അതായത് എക്സംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിംഗ് വിത്ത് എക്സാമ്പിൾസ് എന്നാണ്. ഇല്ലിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മേ ബി എ ഫോട്ടോഗ്രാഫ് ഓർ മേ ബി എ ഗ്രാഫ് ഓർ മേ ബി എ ടേബിൾ ഓർ മേ ബി എ പൈ ഡയഗ്രാം, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. നമ്മൾ മാത്സിലൊക്കെ കാണാം ഇല്ലിസ്ട്രേഷൻ, ഇല്ലിസ്ട്രേറ്റ് എന്ന് പറഞ്ഞിട്ട് മാത്സിൽ ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് പറ്റും. അതായത് യൂസിങ് ഫിഗേഴ്സ് ആൻഡ് ഇക്വേഷൻസ് നമ്മളത് ഇല്ലിസ്ട്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് ഇല്ലിസ്ട്രേഷൻ ആൻഡ് എക്സംപ്ലിഫിക്കേഷൻ എന്നാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫ് ക്യാൻ ബി യൂസ്ഡ് ആസ് എക്സാമ്പിൾ ഇൻ ആൻ ഇല്ലിസ്ട്രേറ്റീവ് പാരഗ്രാഫ്. അപ്പോൾ ഇല്ലിസ്ട്രേറ്റീവ് പാരഗ്രാഫിൽ എക്സാമ്പിൾസ് ആയിട്ട് എന്ത് യൂസ് ചെയ്യാം? ഫോട്ടോഗ്രാഫ് യൂസ് ചെയ്യാം, ടേബിൾ യൂസ് ചെയ്യാം, ഗ്രാഫ് യൂസ് ചെയ്യാം. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. അപ്പോൾ അതാണ് പറയുന്നത്. ഇവിടെ ഇല്ലിസ്ട്രേറ്റീവ് എസ്സേയിൽ എക്സാമ്പിൾസിനാണ് ഇമ്പോർട്ടൻസ്. എക്സാമ്പിൾസ് സെർവ്ഡ് ആസ് എ എവിഡൻസ് ഫോർ എ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ക്ലെയിംസ്. എക്സാമ്പിൾസ് ആണ് എല്ലാറ്റിനും എന്താണ് വാല്യൂ കൊടുക്കുന്നത് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടാണ് A number of ragging cases were reported on the reopening day in the college. For instance, 5 final year students barged into a first year class and demanded money from students and warned the first year students of adverse consequences if they reported the matter to the principal. അപ്പോൾ ഇതാണൊരു ഇഷ്യൂ ഉണ്ടായത്. 2 സെൻറ്റൻസ് ആണ്. So here the first sentence is a statement and the second is an example. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് a number of ragging cases were reported on the reopening day in the college. അതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസ് ആണ് രണ്ടാമത്തെ കൊടുത്തിരിക്കുന്നത്. ഫോർ ഇൻസ്റ്റൻസ് 5 final year students barged into a first year class and demanded money from students and warned the first year students of adverse consequences if they reported the matter to the principal. അപ്പോൾ അതാണ് അതിൻ്റെ എക്സാമ്പിൾസ്. അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. സം ഓഫ് ദി കോമൺ ഫീച്ചേഴ്സ് ഓഫ് ഇല്ലിസ്ട്രേറ്റീവ് റൈറ്റിംഗ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് an illustrative essay presents a controlling idea or thesis, the illustration of which is done using examples. അപ്പോൾ ഒരു കൺട്രോളിങ് ഐഡിയ ഓർ തീസിസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് കൊടുക്കുന്നത്. എക്സാമ്പിൾസ് സെർവ് ആസ് എവിഡൻസ് ഫോർ യുവർ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ക്ലെയിംസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, എക്സാമ്പിൾസിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. Use of specific and appropriate examples to explain statements and to support generalization. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് റാഗിങ് കേസ് റിപ്പോർട്ട് ചെയ്തു എന്നാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിന് എന്ത് കൊടുക്കുന്നു,
എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ എക്സാമ്പിൾ കൊടുത്തു. എക്സാമ്പിൾ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, അതിനെ സപ്പോർട്ട് ചെയ്യണം. ജനറലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. ഇനി അടുത്തത് ഓഡിയൻസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് വൈൽ സെലക്ടിങ് എക്സാമ്പിൾസ്. നമ്മൾ ഓഡിയൻസിനെ കൂടി നോക്കിയിട്ട് വേണം നമ്മൾ എക്സാമ്പിൾസ് സെലക്ട് ചെയ്യാൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. ഇപ്പം ഞാൻ ഒരു കോൺട്രവേഴ്സിക്ക് വേണ്ടി പറയുന്നതല്ല, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ ഈ റാഗിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലോട്ട് റിലീജിയനെ കയറ്റുകയെന്ന് വിചാരിക്കാം. അതായത് മുസ്ലിം സ്റ്റുഡൻസിന് ക്രിസ്ത്യൻ സ്റ്റുഡൻസ് വന്ന് റാഗ് ചെയ്തു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റിലീജിയസ് തിങ്സും കൂടി ആഡായി. സോ ഇറ്റ് മേ ബി മോർ കോൺട്രവേഴ്ഷ്യലായിട്ട് മാറും. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ കൊടുക്കുമ്പോൾ എന്താണ്, അങ്ങനെയുള്ള കാര്യം കൂടി ശ്രദ്ധിച്ചിട്ട് വേണം എക്സാമ്പിൾ കൊടുക്കാൻ. അതായത് ആരുടെയും വികാരത്തെ വ്രണപ്പെടുത്താത്ത രീതിയിൽ വേണം നമ്മൾ എക്സാമ്പിൾസ് കൊടുക്കാനായിട്ട്. ദെൻ യൂസ് ഓഫ് സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് എക്സാമ്പിൾസ് ടു സപ്പോർട്ട് ക്ലെയിംസ്. ഒരു ക്ലെയിംസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എത്രത്തോളം എക്സാമ്പിൾസ് നിങ്ങൾക്ക് എഴുതണം അത്രയും നിങ്ങൾക്ക് എഴുതാം. ഇല്ലിസ്ട്രേഷൻ വിത്ത് ഇമേജസ്, ഗ്രാഫ്സ് ആൻഡ് ചാർട്ട്സ്. ഇനിയിപ്പോൾ ചിലതിൽ നമുക്ക് സർവേ എടുത്തതിൻ്റെ റിസൾട്ട് കാണിക്കണമെങ്കിൽ എന്താണ്, നമുക്ക് ഇല്ലിസ്ട്രേഷൻ തന്നെ ആഡ് ചെയ്യേണ്ടി വരും. നമ്മളൊരു കാര്യം എഴുതി, ടോട്ടലി 100 പിള്ളേരുണ്ടെങ്കിൽ അതിൽ 90% എന്താണ്, ദേ ആർ നോട്ട് സപ്പോർട്ടഡ് റാഗിങ്. ബാക്കി 5% ആണ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെന്ത് ചെയ്യണം, നമുക്ക് ഇല്ലിസ്ട്രേറ്റ് ചെയ്യണം. സോ യു ക്യാൻ ആഡ് എ ഗ്രാഫ് ഓർ യു ക്യാൻ ആഡ് എ പൈ ചാർട്ട്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഈസ് examples are organized using a proper method. If more than one example is used, arrange them in the order of their importance or type. അപ്പോൾ ഈ എക്സാമ്പിൾസ് ആഡ് ചെയ്യാൻ എന്ത് വേണം, നമ്മളൊരു പ്രോപ്പർ മെത്തേഡ് യൂസ് ചെയ്യണം. അപ്പോൾ അതായത് ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് ഏത് എക്സാമ്പിളിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് ആ എക്സാമ്പിൾ ആദ്യം കൊടുക്കുക. ദെൻ സസ്റ്റെയിൻ ദ പോയിൻ്റ് ഓഫ് വ്യൂ ത്രൂ ഔട്ട് ദ എസ്സേ. പിന്നെ പോയിൻ്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കണം. അതായത് നമ്മളിപ്പോൾ ഫസ്റ്റ് പേഴ്സണിലാണ് എഴുതുന്നതെങ്കിൽ, ഫസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ത്രൂ ഔട്ട് ദ എസ്സേയിൽ എന്ത് ചെയ്യണം, നമ്മുടെ എക്സ്പീരിയൻസ് പോലെ തന്നെ കൊണ്ടുവരും. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു ആഡ് തേർഡ് പേഴ്സൺ സിംഗുലർ. ഇനി ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങളുടെ എക്സ്പീരിയൻസ് എഴുതാനാണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പേഴ്സണിൽ തന്നെ എഴുതേണ്ടി വരും. ഇനി യൂസ് ഓഫ് ട്രാൻസിഷൻ ഫ്രേസസ് ആൻഡ് ഇല്ലിസ്ട്രേഷൻ ഫ്രേസസ്. ഈ ഇവിടെ കൊടുത്തിട്ടുള്ള കുറച്ച് ഫ്രേസസ് ഉണ്ട്. ആ ഫ്രേസസ് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എസ്സേ എഴുതാനായിട്ട്. ഇത് 2 മാർക്ക് ക്വസ്റ്റിന് വരാറുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഫോർ ഇൻസ്റ്റൻസ്, ടു ഇല്ലിസ്ട്രേറ്റ്, അല്ലെങ്കിൽ കേസ് ഇൻ പോയിൻറ്റേഴ്സ്, അല്ലെങ്കിൽ ഹിയർ ആർ ദ ഫ്യൂ എക്സാമ്പിൾ ഫോർ കോളേജ് റാഗിങ് റിപ്പോർട്ടഡ് കേസസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. പിന്നെ ഇൻ എ പെർട്ടിക്കുലർ അല്ലെങ്കിൽ സ്പെസിഫിക്കലി ഓർ ഇൻ ദിസ് കേസ്, വൺ എക്സാമ്പിൾ, അനദർ എക്സാമ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസിഷൻ ഫ്രേസസ് അല്ലെങ്കിൽ ഇല്ലിസ്ട്രേഷൻ ഫ്രേസസ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലിസ്ട്രേറ്റീവ് റൈറ്റിങ്ങിന് സാമ്പിൾ ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. ഞാൻ വായിക്കാം. ഹൗ ഡസ് ക്ലോത്തിങ് എൻഹാൻസ് യുവർ അപ്പിയറൻസ്. അപ്പോൾ അതിന് എക്സാമ്പിൾസും ക്ലെയിംസും ഒക്കെ വേണ്ടി വരും. Then advantage of keeping a journal. Then changes in consumer behavior. അതിന് നമുക്ക് ഗ്രാഫൊക്കെ വരയ്ക്കാം. Then how binge eating affects your health. Then how to manage college and part-time job. അതിനൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ജീവിതവും എല്ലാ കാര്യങ്ങളും നമുക്ക് ആഡ് ചെയ്യാം. Then how does a poet employs poetic devices. സോ ഓരോ പോയത്തിന് നമ്മൾ എടുക്കേണ്ടി വരും. Then how to plan your vacation. നിങ്ങളുടെ ഐഡിയാസ്. പിന്നെ മറ്റുള്ളവർ പോയതിൻ്റെ എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ ആർട്ടിക്കിൾസ് കൂട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാനായിട്ട് പറ്റും. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഇല്ലിസ്ട്രേറ്റീവ് റൈറ്റിങ്ങിൻ്റെ 4 എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. നിങ്ങളത് വായിച്ച് നോക്കുക. So that's all for today. Thank you.